ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിലൂസ് വേലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഹർത്താലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു രസമല്ലേ. അങ്ങനെ പിന്നെ അവർക്ക് ചക്കപ്പുഴുക്ക് വേണമെന്ന് പറഞ്ഞു ഇന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ പറമ്പിൽ പോയിട്ട് ഒരു ചക്കയൊക്കെ ഇട്ട് അരിഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ നമുക്ക് പുറത്ത് നല്ലൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നത് നീതുവാണ്. പുറത്ത് അടുപ്പ് വെച്ചതുകൊണ്ട് തന്നെ വെയിൽ ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ചക്കപ്പുഴുക്ക് വേഗം റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പണിയൊക്കെ ഒരുക്കുകയാണ്. അപ്പോൾ അവൾ വേഗം അരപ്പൊക്കെ റെഡിയാക്കി തിളപ്പിച്ച് അതിലേക്ക് ചക്ക എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കുട്ടികൾ വന്ന് വാരിക്കൊണ്ട് പോകുന്നുണ്ട്. അതൊരു രസമല്ലേ. നമ്മളും അങ്ങനെയായിരുന്നില്ലേ ആദ്യമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അരിഞ്ഞു വെക്കുന്ന സാധനങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റാണല്ലേ. അങ്ങനെ എന്തായാലും ചക്കപ്പുഴുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവളെ പരിചയപ്പെടുത്താം. ഇവളുടെ പേര് രമണി. അടുത്ത വീട്ടിലൊരു പൂച്ചയാണ്. അവൾ എല്ലാവരുടെ വീട്ടിലൂടെ ഉണ്ടാകും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ചേച്ചിയുടെ കുഞ്ഞുവാവയും കൂടി ഉണ്ട്. അങ്ങനെ ഇതേ രമണി പൂച്ചയും കുട്ടികളും കുഞ്ഞുവാവയും എല്ലാവരും ചക്കപ്പുഴുക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതേ ചക്കപ്പുഴുക്ക് ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ ചക്കപ്പുഴുക്ക് ആകുമ്പോഴത്തേക്കും ഇലയിൽ കഴിക്കാമെന്ന് പറഞ്ഞ കുട്ടികളെല്ലാവരും കൂടെ പറമ്പിൽ ഇല വെട്ടാൻ പോയിട്ടുണ്ട്. പിന്നെ നമുക്കും അതാണല്ലോ എളുപ്പം, പാത്രങ്ങളൊന്നും കഴുകണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇത് ഇലയൊക്കെ വെട്ടി വരുമ്പോഴത്തേക്കും ചക്കപ്പുഴുക്ക് റെഡിയായി. അവൾ വറവൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കട്ടൻ ചായയും പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. പുഴുക്ക് റെഡി ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്ക് തോട്ടിൻ വക്കത്ത് പോയിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയും ചക്കപ്പുഴുക്കും ചോറും കറിയും എല്ലാം എടുത്ത് ഞങ്ങൾ തോട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ തോട്ടിലെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണല്ലോ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ തോടിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. തോട്ടിലെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. രണ്ട് ഭാഗത്തും മരങ്ങളുടെ ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എവിടെ നോക്കിയാലും തണുപ്പാണ്. നമുക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു അത്തിമരമുണ്ട്, നല്ല തണുപ്പായിട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചോട്ടിൽ ഞങ്ങൾ ഫുഡെല്ലാം കൊണ്ടുവച്ചു. പിന്നെ കുട്ടികളൊക്കെ ഇതേ കയ്യൊക്കെ കഴുകി റെഡിയാവുകയാണ്. ഇലയൊക്കെ കഴുകി അതിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുട്ടികൾ ഒരിലയിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞങ്ങൾ നല്ല ചോറും നല്ല മീൻകറിയും ചക്കപ്പുഴുക്കും ചായ എല്ലാം കൊടുത്ത് അവരതേ കഴിക്കുകയാണേ. അങ്ങനെ പിന്നെ അതേ ഏട്ടനും നീതും മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും കൂടെ പോയി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തോട്ടിലേക്ക് ഇറങ്ങി എല്ലാവരും കൂടെ. അപ്പോൾ ചക്കുട്ടി പറഞ്ഞു അമ്മായി എനിക്ക് മീൻ പിടിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഒന്ന് മീൻ പിടിക്കാൻ കൂടി കേട്ടോ. അപ്പോൾ ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ടേ. മീനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോട്ടിലിറങ്ങി നീന്തണം എന്ന് പറഞ്ഞു. പിന്നെ അതും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരയിലിരുന്നു. അപ്പോൾ ഏട്ടനും ഞാനും നീതും കൂടെ കരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവരുടെ നീന്തലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ ഞങ്ങളുടെ കുട്ടിക്കാലാനുഭവങ്ങളൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാനും നീതു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോടിൻ്റെ പക്കത്തൂടെ കളിച്ച് വളർന്നവരാണേ. അപ്പോൾ ഈ തോടിൻ്റെ ഇപ്പുറത്തേക്കുള്ള സ്ഥലമൊക്കെ ഞങ്ങളുടെ ഒരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് അവിടെ വന്ന് കളിക്കാനും. ഒരുപാട് കുട്ടികളും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാകും. ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ആയിട്ട് കളിക്കാനൊക്കെ എപ്പോഴും അവിടെ ആൾക്കാരുണ്ടാകും. അങ്ങനെ നല്ല ഓർമ്മകളാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീൻ. പിന്നെ കുട്ടികളെല്ലാവരും കൂടെ കളിച്ച് തോട്ടിലൂടെ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും അവരുടെ അടുത്തേക്ക് പോവുകയാണേ. ഇതിലൂടെ ഒന്നും ഞങ്ങൾ ഒറ്റയ്ക്ക് വരാറേ ഇല്ല. ഇപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് മാത്രം വരുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ വീടും ഈ തോടും ഒക്കെ വരുന്നത് ഒരു കുപ്പംമുടി എസ്റ്റേറ്റിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പം എസ്റ്റേറ്റിൽ കടുവയും പുലിയും പന്നിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കടുവയൊക്കെ നമ്മളെ വീടിൻ്റെ പരിസരത്തൂടെ ഒക്കെ വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാണ് വരാനൊക്കെ. ഇന്ന് നടക്കുന്ന ഹർത്താൽ തന്നെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ്. വയനാട്ടിലാണെങ്കിൽ വന്യജീവികളെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. എത്ര പേരുടെ ജീവനാ കടുവയും ആനയൊക്കെ എടുക്കുന്നത്. ചിലപ്പോൾ ഒക്കെ രാത്രി എസ്റ്റേറ്റിൽ ഇങ്ങനെ കടുവയെ കരയുന്ന വെച്ച് കേൾക്കാം. അത് കേട്ടാൽ തന്നെ നമുക്ക് പേടി കൂടുകയുള്ളൂ. രാത്രി ഉറങ്ങാനേ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. എല്ലാം ശരിയാവുമായിരിക്കും. അങ്ങനെ എന്തായാലും ഇതേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നല്ല നീന്തലിലാണ്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നന്നായിട്ട് നീന്താൻ അറിയാം. കാരണം ഇവർ കൂട്ടുകാരൊക്കെ ഒത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവർ നീന്താനും മീൻ പിടിക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വെള്ളത്തിൽ കളിക്കാനൊന്നും പേടിയില്ല. പിന്നെ ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടികളെല്ലാവരെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ.